നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവിതത്തിൽ നിസ്സാരരായിട്ടുള്ള മനുഷ്യരെ ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ജീവിതം പരിപൂർണമായിട്ടും സാക്ഷ്യമാണ്. ജീവിതത്തിൽ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പശ്ചാത്തലത്തിൽ വളരെ ചെറിയ പ്രായം മുതൽ തന്നെ ഞാൻ കേട്ടതും അനുഭവിച്ചതും പരിചയപ്പെട്ടതും തൊട്ടറിഞ്ഞതും ഈ ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിലൂടെയുള്ള ഒരു കുടുംബജീവിതം എനിക്ക് വളരെ നല്ല ഓർമ്മയുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ എൻ്റെ പിതാവ് എൻ്റെ അമ്മയും സഹോദരങ്ങളെല്ലാവരും വിളിച്ച് സന്ധ്യയാവുമ്പോൾ ഒരു പായ വിരിച്ച് പാട്ടുപാടി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് ഒരു കുടുംബം മുഴുവനും ക്രിസ്തുവിനോട് ചേർന്ന് ജീവിച്ചത് ഓർമ്മയുണ്ട്. അതിരാവിലെ എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ഓർമ്മയുണ്ട്. അവരിൽ നിന്നാണ് ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞത്, ക്രിസ്തുവിനെ തൊട്ടറിഞ്ഞത്, ക്രിസ്തുവിലൂടെ ജീവിക്കുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞത്. പിന്നീടുള്ള ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ അസാധാരണമായി ഇടപെടുന്നതാണ് ഞാൻ കണ്ടത്. 23 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ യഹോവയാണ് എൻ്റെ ശക്തി, എൻ്റെ ഇടയനാണ്, എനിക്ക് ഒരു കുറവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ളതുപോലെ ജീവിതത്തിൽ ഒരു കുറവുമില്ലാതെ കണ്ട് ഈ ക്രിസ്തു എന്നെ കാത്ത് പരിപാലിക്കുകയും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നത് സത്യമാണ്. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു അത് മുഴുവനും ക്രിസ്തുവിൻ്റെതാണ്. ജീവിതത്തിൽ ധാരാളം ഉദാഹരണങ്ങളും അനുഭവങ്ങളും ക്രിസ്തുവുമായി ചേർത്ത് നിർത്തി പറയുന്നതിന്, ഓർത്തെടുക്കുന്നതിന് എനിക്ക് സാധിക്കും. ഒരു നല്ല കുടുംബത്തിൽ വന്ന് പിറക്കുന്നതിന്, നല്ല മാതാപിതാക്കളുടെ മകനായി വളർന്നു വരുന്നതിന്, നല്ല സഹോദരങ്ങളെ ലഭിക്കുന്നതിന്, വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് ഔദ്യോഗിക ജീവിതത്തിൻ്റെയും ഓരോ ഘട്ടത്തിലും വളരെ കൃത്യതയോടുകൂടി എന്നെ വഴി നടത്തിയത് ഈ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവുമായിട്ടുള്ള ചേർന്നുള്ള ഒരു ജീവിതക്രമം എൻ്റെ ജീവിതത്തെ ഞാനാക്കിയെടുക്കുന്നതിൽ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. എൻ്റെ ബാല്യകാലത്ത് ഭവനത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസ പരിശീലനം മാത്രമല്ല, എൻ്റെ ഇടവകയുമായി ബന്ധപ്പെട്ട് വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലൂടെ പരിചയപ്പെട്ട ഒരു ക്രിസ്തുവുണ്ട്. മലമ്പുകളിലേക്ക് നടന്നു പോകുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അനുധാവനം ചെയ്യുന്ന ഒരു വാക്ക് കേൾക്കുന്നതിന്, കൂടെ ആയിരിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ജനസമൂഹത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രത്യാശയുടെയും സന്തോഷത്തിൻ്റെയും വർത്തമാനം പറയുന്ന ഒരു ക്രിസ്തു. പറയുന്നത് മുഴുവനും ജീവിതത്തിൻ്റെ ഏറ്റവും ശക്തമായ സന്ദേശമാണ്. യേശു കണ്ടെത്തിയതും ഇടപെട്ടതും മുഴുവനും പ്രാപ്തിയുള്ളവരോ വലിയ പണ്ഡിതന്മാരോ കഴിവുള്ളവരോ അല്ല. നിസ്സാരായിട്ടുള്ള മനുഷ്യർ, മുക്കുവന്മാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ജീവിതത്തിൻ്റെ വിളിമ്പിൽ നിൽക്കുന്ന സാധാരണക്കാരനെ ചേർത്ത് പിടിച്ച് അവർക്ക് ജ്ഞാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയ ഒരു ക്രിസ്തു. വാസ്തവത്തിൽ ജീവിതത്തിൽ ഒരു അധ്യാപകനായി തീരണം എന്നുള്ള വലിയ ഒരാഗ്രഹം മനസ്സിൽ ഉരുത്തിരിയുന്നതിന് ഈ ക്രിസ്തുവിനെ കണ്ടെത്തിയത് ഒരു കാരണമാണ്. ഈ ക്രിസ്തുവിലൂടെ, ഒരുപക്ഷെ ആ ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ, ആ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് അനവധി ആളുകളിലേക്ക് പോകുന്നതിന്, കാണുന്നതിന്, സംസാരിക്കുന്നതിന് ഇത് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അധ്യാപകനായി തീരാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിനോട് ചേർന്നുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ വേദികളിൽ, ക്ലാസ് മുറികളിൽ ഒരു അധ്യാപകനായിരിക്കുന്ന മാത്രമല്ല, ധാരാളം ഇടങ്ങളിൽ, ഇടവക കൂട്ടായ്മകളിൽ, യുവജനങ്ങളുടെ സമ്മേളനങ്ങളിൽ ഒക്കെ സംസാരിക്കുമ്പോഴും ഒരുപക്ഷെ ഞാൻ സംസാരിച്ചതിനേക്കാൾ, എൻ്റെ ബുദ്ധിയിൽ നിന്നോ എൻ്റെ തയ്യാറെടുപ്പിൽ നിന്നോ സംസാരിച്ചതിനേക്കാളും അധികമായ സന്ദേശം നൽകിയിട്ടുള്ളത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള എൻ്റെ ക്രിസ്തുവാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ നിന്ന് വേറിട്ട ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കുക, അത് ചിന്തിക്കുക എന്നത് എനിക്ക് അസാധ്യമായിട്ട് വന്നിട്ടുണ്ട്.
വാസ്തവത്തിൽ യേശുവിൻ്റെ ജീവിതത്തിൽ എന്നെ ഏറെ സ്പർശിച്ച ചില ഭാഗങ്ങളുണ്ട്. ഒന്ന്, 12 വയസ്സുള്ള സമയത്ത് യേശു യെരൂശലേം ദേവാലയത്തിലേക്ക് യേശുവിനെ കൂട്ടിക്കൊണ്ട് മാതാപിതാക്കൾ പോകുന്ന ഒരു രംഗമുണ്ട്. യെരൂശലേം ദേവാലയത്തിൽ ചെന്ന് ചാർച്ചക്കാരും ബന്ധുക്കളും എല്ലാവരുമായി യെരൂശലേം ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് മടങ്ങി ഒരു ദിവസത്തെ വഴി കടന്നു കഴിഞ്ഞപ്പോഴാണ് യേശുവിൻ്റെ അമ്മ, യേശുവിൻ്റെ പിതാവ് തിരിച്ചറിയുന്നത് യേശു കൂടെയില്ലെന്ന്. അവർ ചാർച്ചക്കാരോടൊക്കെ അന്വേഷിച്ചു, ബന്ധുക്കളോട് അന്വേഷിച്ചു, തിരിച്ചു നടന്നു. ഒരു ദിവസത്തെ വഴി 3 ദിവസമായിട്ട് തിരിച്ചു നടന്നു. അവർ ചെന്നപ്പോൾ കാണുന്നത് യെരൂശലേം ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനെയാണ്. 12 വയസ്സുകാരൻ. മാതാവ് യേശുവിന് ചോദിച്ചു, കുഞ്ഞെ, നിന്റെ പിതാവും ഞാനും എന്തുമാത്രം സങ്കടപ്പെട്ടു. വാസ്തവത്തിൽ യേശു കൊടുക്കുന്നൊരു മറുപടി എൻ്റെ ബാല്യകാലത്ത് ഞാൻ വായിച്ചപ്പോൾ ഞാൻ അത് പരിഗണിച്ചില്ല, അതിൻ്റെ ആഴം മനസ്സിലാക്കിയില്ല. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതെന്ന്. ഞാൻ വാസ്തവത്തിൽ യേശുവിൻ്റെ ഈ ഒരു മറുപടിയും എൻ്റെ പിതാവിനെയും കൂടെ ചേർത്ത് വെച്ച് കാണാനായിട്ടാണ് ആഗ്രഹിക്കുക. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ബാല്യത്തിൽ സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ടു പരിചയപ്പെട്ട ഒരു യേശുവിൻ്റെ മുഖം എൻ്റെ പിതാവിൻ്റേതാണ്. ദൈവത്തെപ്പോലെയുള്ളൊരു പിതാവിനെ മറിയം, ദൈവമാതാവ്, യേശുവിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ സൂചന. നിന്റെ പിതാവ് എന്ന് പറയുന്ന പിതാവിനെ പോലെയുള്ള ഒരു ദൈവം നിനക്കുണ്ടെന്ന്. അതുകൊണ്ട് ഓരോ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇപ്രകാരം ദൈവതുല്യമായിട്ടുള്ള പിതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള, ദൈവതുല്യമായ ഒരു പിതാവിനെ കാട്ടിക്കൊടുക്കാനുള്ള, തൊട്ട് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് പിതാക്കന്മാരുടെ സമ്മേളനങ്ങളിലും അമ്മമാരുടെ സമ്മേളനങ്ങളിലും ഒക്കെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഓരോ പിതാവിൻ്റെയും നിയോഗം എന്ന് പറയുന്നത് ദൈവത്തെപ്പോലെയുള്ള ഒരപ്പനായി തീരുക എന്നുള്ളതാണ്. ഓരോ അമ്മയുടെയും നിയോഗം എന്ന് പറയുന്നത് ദൈവത്തെപ്പോലെയുള്ള ഒരു അമ്മയായി തീരുക എന്നുള്ളതാണ്. ദൈവത്തെപ്പോലെയുള്ള ഒരു അപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. വാസ്തവത്തിൽ ദൈവം നൽകുന്ന, ക്രിസ്തു നൽകുന്ന ആ യഥാർത്ഥമായിട്ടുള്ള ജീവിതക്രമം, ഉദാഹരണങ്ങൾ, പഠിപ്പിക്കലുകൾ ജീവിതത്തെ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്, ധന്യമാക്കുന്നതിന്, എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടെന്ന് കാട്ടിത്തരുന്നതിന് സഹായകമാണ് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് ശ്രദ്ധിക്കുന്നെങ്കിൽ കണ്ടറിയുന്നതിന്, തൊട്ടറിയുന്നതിന് സാധിക്കും. ഒരു അധ്യാപകൻ എന്ന നിലയിൽ ശമരിയക്കരെ സ്ത്രീയോട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. സ്ത്രീകളോട് അത്ര വലിയ അനുഭവമുള്ള ഒരു മനോഭാവമായിരുന്നില്ല യഹൂദ ജനത്തിന് അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഒരു സ്ത്രീയോട് ദീർഘനേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്, ആ സംസാരത്തിനിടയിൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്, നിത്യത എന്താണെന്ന് കൃത്യമായും കാട്ടിക്കൊടുക്കുന്നതിന്, അവിടെ ജീവിതത്തിൻ്റെ അകവും പുറവും വെളിപ്പെടുത്തി കൊടുക്കുന്നതിന് യേശുവിന് സാധിച്ചത് വാസ്തവത്തെ യഥാർത്ഥമായ ഗുരുവിൻ്റെ സാന്നിധ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവത്തിന് മാത്രമല്ല, ബൈബിളിലെ ഒട്ടേറെ സംഭവങ്ങളിൽ ഒരു ഗുരുവിൻ്റെ യഥാർത്ഥമായ ദൗത്യം എന്താണെന്ന് ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുന്നുണ്ട്. ഒരു ഗുരുവായിരിക്കുക എന്നത് മാത്രമല്ല, ജീവിതത്തിൽ ക്രിസ്താനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്നാണ് ഒരു ക്രിസ്താനുഭവം. അത് നമ്മൾ ദേവാലയത്തെ പല പ്രാവശ്യം പോയി എന്നുള്ളത് കൊണ്ടോ, വിശ്വ കുർബാന കണ്ടു എന്നുള്ളത് കൊണ്ടോ, പ്രാർത്ഥിച്ചു എന്നുള്ളത് കൊണ്ടോ, ധ്യാനയോഗങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളത് കൊണ്ടോ ഒന്നും ഈ ക്രിസ്താനുഭവം ഉണ്ടാകണമെന്നില്ല. ഒരു അനുതാപത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ധ്യാനയോഗത്തിൽ പങ്കെടുത്ത് ധ്യാനഗുരുവിൻ്റെ പ്രഭാഷണത്തോട് ചേർന്ന് യാത്ര ചെയ്ത് കണ്ണു നനയുന്നതല്ല ക്രിസ്താനുഭവം എന്ന് പറയുന്നത്. ഇതിനപ്പുറത്താണ്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്കയിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട് പോയി. അവിടെ പോയ ഉടനെ ആംനസ്റ്റി ഇൻ്റർനാഷണലിൻ്റെ ക്ഷണപ്രകാരമാണ് ശ്രീലങ്കയ്ക്ക് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ആഗ്രഹം തോന്നി കാൻഡി സെമിനാരി കാണണമെന്ന്. സഭയിലെ ധാരാളം പിതാക്കന്മാർ ഇന്ത്യയിൽ സെമിനാരികൾ ഇല്ലാതിരുന്നൊരു കാലത്ത് കാൻഡി സെമിനാരിലാണ് പഠിച്ചതും വൈദികരായതും. ഗ്രിഗോറിയസ് പിതാവൊക്കെ കാൻഡി സെമിനാരിയുടെ പ്രോഡക്റ്റാണ്. കാൻഡി സെമിനാരിലേക്ക് ചെല്ലുന്ന ഉടനെ
ഒരു മാർച്ച് മാസം അവസാനം ഒരു കുരിശിൻ്റെ വഴി നടക്കുകയാണ്. മലയുടെ മുകളിലേക്ക് നൂറുകണക്കിന് ആളുകൾ ക്രൂശിത രൂപമുള്ള കുരിശ് തോളിലേക്ക് വെച്ച് ഓരോ സ്ഥലങ്ങളും പ്രാർത്ഥിച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ച് മലമുകളിലേക്ക് കയറി പോവുകയാണ്. 8ാം സ്ഥലം കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ ശബ്ദം പോലും പ്രതിധ്വനി പോലെ കേൾക്കാവുന്ന നിശബ്ദതയിൽ ആ മലയുടെ മുകളിൽ നിന്നിട്ട് ഒരു വലിയ അലർച്ച പോലെ ഒരു ശബ്ദം കേട്ടു. ഒരു വൈദികൻ, 55-60 വയസ്സ് പ്രായം വരുന്ന മനുഷ്യൻ, ഈ ക്രൂശിത രൂപം മുഖത്തോട് ചേർത്ത് വെച്ച് 1000 ചുംബനങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞു, യു ജീസസ്, വേർ വേർ യു ഫോർ ഓൾ ദീസ് ഇയേഴ്സ്? നീ ഇത്രകാലം എവിടെയായിരുന്നുവെന്ന്, ഇത്രകാലം നീ എവിടെയായിരുന്നുവെന്ന്. കഴിഞ്ഞ അനവധി വർഷങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച പുരോഹിതനാണ്, ധ്യാനയോഗങ്ങളിൽ കത്തിക്കയറി പ്രസംഗിക്കുന്ന പുരോഹിതനാണ്. പക്ഷേ ഈ കുരിശിൻ്റെ വഴി 8ാം സ്ഥലം കഴിഞ്ഞപ്പോഴേക്കും ഈ കുരിശ് രൂപം ചേർത്ത് പിടിച്ചിട്ട് നീ എവിടെയായിരുന്നു ഇത്രകാലം എന്ന് ചോദിക്കുന്ന ഒരു അനുഭവമുണ്ട്. ഈ ഒരു ക്രിസ്താനുഭവം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത്. ശൗലിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാണ്. ശൗല് കുതിരപ്പുറത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമ്മതപത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ശൗലിനെ അടിച്ച് താഴെയിട്ട് ശൗലിന് ഒരു വ്യത്യസ്തമായൊരു ക്രിസ്താനുഭവം കൊടുക്കുകയാണ്. 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൻ തിരിച്ചറിവുണ്ടാകുന്നു, യഥാർത്ഥ ക്രിസ്തുവിനെയാണ് പിന്തുടരേണ്ടതെന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്യവസാനം ഉണ്ടാകേണ്ട, ഏറ്റവും അത്യാവശ്യമായി ഉണ്ടാകേണ്ട ഒന്നാണ് ഈ ക്രിസ്താനുഭവം, ഒരു ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്. ഇതുണ്ടാവണം. അതെപ്പോഴും ഉണ്ടാവുക? ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോഴായിരിക്കാം, ഒരു പാട്ട് കേൾക്കുമ്പോഴായിരിക്കാം, ഒരു പ്രസംഗം കേൾക്കുമ്പോഴായിരിക്കാം, നിങ്ങൾ കുരിശിൻ്റെ വഴിയിലായിരിക്കുമ്പോഴായിരിക്കാം, നിങ്ങൾ നിശബ്ദമായി ദൈവത്തെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോഴായിരിക്കാം. ഏത് സമയത്താണെന്ന് വരികിലും ഒരു ക്രിസ്താനുഭവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലെ വരെ ആ നിമിഷം വരെയുള്ള മനുഷ്യനായിട്ട് ജീവിക്കുന്നതിന് സാധിക്കത്തില്ല. നിങ്ങൾ തീർത്തും വ്യത്യസ്തരായിട്ടുള്ള ഒരാളായിട്ട് മാറും. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റുമെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് കൃത്യതയുള്ള ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിന് നമുക്ക് സാധിക്കും. യേശു പഠിപ്പിച്ചത് മുഴുവനും ഉപമകളിലൂടെയാണ്. യേശു സംസാരിച്ചത് ഏറ്റവും സാധാരണക്കാരൻ്റെ ഭാഷയിലാണ്. അവന് പരിചയമുള്ള, അവന് ജീവിതത്തിൽ അനുഭവമുള്ള ചെറിയ ചെറിയ ഉദാഹരണങ്ങളിലൂടെ വലിയ സത്യങ്ങളാണ് യേശു ലോകത്തിന്, ഈ യഹൂദ ജനത്തിന്, തന്നെ അനുഗമിച്ച സാധാരണ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്തത്. ജീവിതത്തിൻ്റെ അങ്ങേ തലയ്ക്ക് നിൽക്കുന്ന, മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത സാധാരണ മനുഷ്യരോട്. ഇപ്പോൾ ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം 3 നഷ്ടപ്പെടലും 3 കണ്ടെത്തലുമാണ് പറയുക. കാണാതെ പോയ നാണയം, കാണാതെ പോയ ആട്, നഷ്ടപ്പെട്ടു പോയ പുത്രൻ. ഈ ഉദാഹരണങ്ങളിലൂടെ ഓരോന്നും ഓരോരുത്തരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ്. നാണയം സൂക്ഷിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവിടെ നാണയം നഷ്ടപ്പെട്ടു പോകുന്നത് ഉണ്ടാകുന്ന നൊമ്പരം, പ്രയാസം വളരെ വലുതാണ്. അത് തിരിച്ചു കിട്ടുമ്പോൾ കിട്ടുന്ന സന്തോഷം വളരെ 10 മടങ്ങാണ്. ആടിൻ്റെ ഉപമയാണ്, അതുപോലെ ധൂർത്തപുത്രൻ്റെ ഉപമയായിക്കോട്ടെ. യേശു ഏത് സമയത്തും ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാകുന്ന സാധാരണ ഉപമകളാണ്. വാസ്തവത്തിൽ ഈ ഉപമകളുടെ പുറകെ പോകുന്നതിനപ്പുറത്ത് ഇന്ന് വർത്തമാനകാലത്ത് ഈ ഉപമകൾ കാണാതെ പഠിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. എൻ്റെ ചിന്ത വ്യത്യസ്തമായിട്ടാണ്. ഞാൻ കരുതുന്നത്, ഇപ്പം താലന്തിൻ്റെ ഉപമ യേശു പറഞ്ഞു. ഒരാൾക്ക് 5, 2, 1 താലന്തുകൾ കൊടുത്തിട്ട് യജമാനൻ പോവുകയാണ്. മടങ്ങി വരുമ്പോഴത്തേക്കും 5 കിട്ടിയവൻ 10 ആക്കി, 2 കിട്ടിയവൻ 4 ആക്കി, 1 കിട്ടിയവൻ 2 ആക്കി. നമ്മൾ ഒരുപക്ഷെ ഈ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഉപമകൾ, ക്രിസ്തു പറഞ്ഞ ഉപമകൾ പഠിക്കുന്നതിൻ്റെ ഒരു താല്പര്യത്തിൽ ഈ ഉപമകൾ പഠിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് വർത്തമാന ജീവിതത്തിൽ ഈ 5 കിട്ടാൻ 10 ആക്കിയതിൻ്റെ സ്കിൽ എന്താണെന്ന് പഠിക്കുമ്പോഴാണ്, 2 കിട്ടിയവൻ 4 ആക്കിയ സ്കിൽ എന്താണെന്ന് പഠിക്കുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു നാണയം കിട്ടി കുഴിച്ചിട്ടവനെ പറ്റി നമുക്ക് അവജ്ഞ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ഉപമകളൊക്കെ കാലോചിതമായിട്ട്, കാലം മാറുന്നതിനനുസരിച്ച്, വർത്തമാനകാലത്തിൻ്റെ സാഹചര്യത്തിൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ
എങ്ങനെ അത് പ്രയോജനപ്രദമാക്കിയെടുക്കാൻ സാധിക്കും? എനിക്ക് തന്ന താലന്ത്, എനിക്ക് 5 താലന്ത് യേശു തന്നിട്ടുണ്ടെന്ന് വരികിൽ, ക്രിസ്തു തന്നിട്ടുണ്ടെന്ന് വരികിൽ, അത് 10 മാറ്റുന്നതിന് ഈ താലന്ത് തന്നതിൻ്റെ കൂടെ ദൈവം എന്തൊക്കെ നൈപുണ്യമാണ് എനിക്ക് നൽകിയിട്ടുള്ളതെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രദ്ധ ഉണ്ടാകുമ്പോഴാണ്, പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് ഈ നൈപുണ്യം ആർജിക്കാനുള്ള ഒരു പ്രാപ്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ്, ശലോമോൻ പ്രാർത്ഥിച്ചതുപോലെ ഈ കിട്ടിയ താലന്ത് വർദ്ധിപ്പിക്കുന്നതിനുള്ള ജ്ഞാനം തരണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാവുക. വാസ്തവത്തിൽ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് വരികിൽ എനിക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ജീവിതം മാറി മറിയും. നമ്മുടെ ജീവിതം സാധാരണ പോകുന്നതിന് വ്യത്യസ്തമായിട്ട് അസാധാരണമായ ഉയരങ്ങളിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അതിന് ഏറ്റവും ആവശ്യം ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് ഉപമകൾ കേവലം പഠിക്കുക മാത്രമല്ല, ഈ ഉപമകൾക്കുള്ളിലുള്ള പൊരുൾ എന്താണെന്ന് തിരിച്ചറിയുകയും ആ ഉപമകൾ വർത്തമാനകാലത്ത് എൻ്റെ ഭവനത്തിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ അതെങ്ങനെയാണ് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത് എന്ന് തിരിച്ചറിയുക വളരെ പ്രധാനമാണ്. ഇതിനുള്ള ഒരു ആർജവം, ഇതിനുള്ള ഒരു ജ്ഞാനം, ഇതിനുള്ള ഒരു താല്പര്യം, ഇതിനുള്ള ദൈവകൃപ എനിക്ക് തരണമേ എന്ന് നാം ഓരോ നിമിഷവും പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം കണ്ടു തുടങ്ങുന്നത്. ആ വ്യത്യാസം നമ്മെപ്പോലും പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തും. ഞാൻ ഇന്ന് ഇവിടെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ വഴികളിലൂടെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയം തൊട്ട്, ഔദ്യോഗിക കൃത്യം തുടങ്ങിയ സമയം തൊട്ട് ഇന്നിതുവരെ ദൈവം എത്ര ശ്രദ്ധയോടുകൂടിയാണ് എന്നെ കാത്തു പരിപാലിച്ചതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. എനിക്ക് പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല എന്നല്ല, ഒറ്റപ്പെടലോ പ്രയാസങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതല്ല. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്തായിട്ട് ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ തീർച്ചയായിട്ടും കണ്ടെത്തുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. എൻ്റെ സഹോദരൻ വൈദികനാണ്, വത്തിക്കാനിലെ ഓറിയൻ്റൽ കോൺഗ്രേഷൻ ഓഫീഷ്യലാണ് ആയിരുന്നു. അദ്ദേഹത്തിന് അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ ന്യൂറോ പ്രോബ്ലം ഉണ്ടായി തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു ക്രിസ്താനുഭവത്തിൻ്റെ പ്രതിസന്ധി എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു അത് മുഴുവനും. അമൃത ഹോസ്പിറ്റലിലും വെല്ലൂർ ഹോസ്പിറ്റലിലും രാജ്യത്തെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്ന സമയത്ത് ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് കൃത്യമായിട്ടും തിരിച്ചറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അസുഖം മുഴുവനെടുത്ത് മാറ്റി എന്നുള്ളതല്ല, പക്ഷേ ആ പ്രതിസന്ധിയെ, ദൈവം തന്ന ആ ഒരു അവസ്ഥയെ എങ്ങനെ ദൈവികമായ ഒരു കാഴ്ചപ്പാടിലൂടെ കാണുന്നതിനുള്ള കരുത്ത് നൽകി എന്നുള്ളതാണ് ക്രിസ്താനുഭവം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ ജൂബിലിയിൽ ഫാദർ മോൺസിഞ്ഞർ ജോൺസൺ കൈമലയിൽ എന്ന കോർപ്പിസ്കോപ്പ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ സാധിക്കത്തില്ല, വീൽ ചെയറിലാണ് ഇരിക്കുക. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, വാസ്തവത്തിൽ ഒരാടിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ധന്യത എന്ന് പറയുന്നത് ബലിക്കായി തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളതാണ്. ബലിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട് അറുക്കപ്പെട്ട ആട് ബലിവേദിയിലിരിക്കുമ്പോഴാണ് മറ്റുള്ള ആടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഔന്നത്യത്തിലേക്ക് ഈ ആടിനെ ശ്രേഷ്ഠമായിട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കുക. ദൈവം ഈ ത്യാഗവും നൊമ്പരവും സഹനവും മുഴുവനും ഏറ്റെടുക്കുന്നതിന് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് ഇത് ഏറ്റെടുക്കേണ്ട കരുത്ത് നൽകിയത്. ദൈവം ഈ ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് ദൈവകൃപ എന്താണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക, എനിക്ക് മാത്രമല്ല മറ്റ് സകല മനുഷ്യർക്കും ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുള്ള ഒരു ദൈവിക ഉപകരണമായിട്ട് മാറ്റിയെടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ ഈ കുടുംബത്തെ മുഴുവനും, എൻ്റെ കുടുംബത്തെ മുഴുവനും, എന്നെ വ്യക്തിപരമായിട്ടും ഏറെ അലോസരപ്പെടുത്തിയ, നൊമ്പരപ്പെടുത്തിയ സംഭവങ്ങളിലൊന്നാണ് എൻ്റെ സഹോദരന് സുഖമില്ലാതെ വന്ന ഒരു സാഹചര്യം. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി വീൽച്ചെയറിലിരിക്കുന്ന ഒരു മനുഷ്യൻ 2 പുസ്തകങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എഴുതി എന്ന് പറയുന്നത്, അനവധി സ്ഥലങ്ങളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തി എന്ന് പറയുന്നത്, അനവധി ആളുകൾക്ക് ആശ്വാസം നൽകി എന്ന് പറയുന്നത്, സ്പർശനം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവകൃപ എന്താണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തെന്ന് വരികിൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലേക്ക് കൊടുത്തെന്ന് വരികിൽ, വാസ്തവത്തിൽ ക്രിസ്താനുഭവം എന്ന് പറയുന്നത് ഇതാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതിന് എനിക്ക് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയാൻ സാധിക്കും. ജീവിതത്തിൽ ഇപ്രകാരമുള്ള ധാരാളം അനുഭവങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും.
ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ രൂപപ്പെടുന്നത്. ഇന്ന് മോൺസിഞ്ഞർ ജോൺസൺ കൈമനേരി കോർപ്പിസ്കോപ്പ അറിയപ്പെടുന്ന ഒരു വാഗ്മിയും ധ്യാനഗുരുവുമാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം വലിയ വ്യാപകമായി വായിക്കപ്പെടുന്നു. പക്ഷേ കസേരയിൽ ഇരുന്നു കൊണ്ട് മാത്രം എഴുന്നേറ്റ് നിന്ന് കുർബാന ചൊല്ലാൻ സാധിക്കാത്ത അവസ്ഥയിലും എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഒരു പുരോഹിതൻ. ദൈവം എങ്ങനെ ഇടപെടുക? ദൈവം സമ്പത്ത് തന്നിട്ടോ, ആരോഗ്യം സമൃദ്ധമായിട്ട് തന്നിട്ടോ, സൗഭാഗ്യങ്ങൾ തന്നിട്ടോ മാത്രമല്ല, നമ്മുടെ പ്രതിസന്ധികളിലും നൊമ്പരങ്ങളിലും വേദനകളും സംഘർഷങ്ങളും തന്നിട്ട് ദൈവം കൂടെ ഇരുന്ന് വഴി നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സംഘർഷങ്ങളിലൂടെ ക്രിസ്തു ഈ ഹാശാഴ്ചയിൽ ക്രിസ്തു സഹിച്ച പീഡാനുഭവം മുഴുവൻ എന്താണ്? എന്ത് തെറ്റിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ് ക്രിസ്തു സഹിച്ചത്? ശരീരത്തിൽ മുഴുവനും 100 കണക്കിന് ചാട്ടമരടിയേറ്റ് ഒറ്റ മുറിവ് പോലെ മാറി ഈ വേദനയിൽ കുരിശെടുത്തുകൊണ്ട് കമിഴ്ന്നടിച്ച് തറയിലേക്ക് വീഴുന്ന ഉടനെ ആരുടെ പാപത്തിനു വേണ്ടിയാണ്? എന്ത് തെറ്റാണ് ക്രിസ്തു ചെയ്തത്? നമുക്കൊക്കെ വ്യക്തിപരമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളും സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ നമ്മുടെ മാത്രം പ്രശ്നങ്ങളല്ല, നമ്മുടെ പാപങ്ങൾ കൊണ്ടല്ല. ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് മറ്റു മനുഷ്യരിലേക്ക് കാണിച്ചു കൊടുക്കുന്നതിന് എന്നെ ദൈവം ഒരു ഉപകരണമാക്കി മാറ്റിയെടുത്തിരിക്കുന്നു എന്ന വലിയ സൂചന നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇപ്രകാരം ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ഒരു ഉപാധിയായി നമ്മുടെയൊക്കെ ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കുമ്പോൾ ഏത് പ്രതിസന്ധി വരുമ്പോഴും നമ്മൾ തിരിച്ചറിയും ഈ പ്രതിസന്ധിക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ കരം കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളത് കൊണ്ട് മറ്റു മനുഷ്യർക്കും എൻ്റെ ജീവിതത്തിനും പുതിയ വെളിച്ചം നൽകുന്നതിന് എൻ്റെ പ്രതിസന്ധിയും സംഘർഷങ്ങളും കാരണമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഏറ്റവും ഇളയ മകനെ 6ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവന് കാലിന് ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അത് കൂട്ടുകൂടി കളിക്കാൻ പോയതുകൊണ്ടാണ്, വീണിട്ടാണ് എന്ന് കരുതി നിസ്സാരമായിട്ടെടുത്തു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്ത വണ്ണം ഒറ്റ കിടപ്പിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. ട്രാക്ഷൻ ഇട്ട് കിടത്തി, ഹോസ്പിറ്റലിൽ മാസങ്ങളോളം ട്രീറ്റ്മെൻറ്റ് നടത്തി. എഴുന്നേറ്റ് നടക്കാൻ സാധിക്കാത്ത വളരെ ഗൗരവമായിട്ടുള്ള ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ നൊമ്പരം. വാർഷിക പരീക്ഷ കാറിനകത്ത് ചാരിക്കടന്ന് പരീക്ഷ എഴുതേണ്ടി വരുന്ന ഒരു 7ാം ക്ലാസ്സുകാരൻ്റെ നൊമ്പരം അത് തിരിച്ച് നേരിട്ട് കണ്ടതാണ് ഞാൻ. ഈ കുടുംബം മുഴുവനും ക്രിസ്തുവിനോട് മുട്ടിപ്പായിട്ട് കേണപേക്ഷിച്ചു. ഈ പ്രതിസന്ധി രക്ഷപ്പെടുത്തണമെന്ന്. ഈ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ച് പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ദൈവം എങ്ങനെയാണ് മറുപടി നൽകിയത്? എനിക്ക് അത്യാവശ്യമായിട്ടും സൗത്ത് കൊറിയയിൽ ഒരു മീറ്റിങ്ങിന് പോകേണ്ട സമയം ഉണ്ടായപ്പോൾ ഡോക്ടർ ജോർജ് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം ഓർത്തോപീഡീഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, സാർ ധൈര്യമായിട്ട് പൊക്കും, ഞാൻ മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അച്ഛനും അലക്സും ഒരു കൊണ്ടുവരുള്ള പീഡിയാട്രീഷ്യൻ പണിക്കൽ ഡോക്ടറും ഒരുമിച്ചൊരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇവർ 3 ഡോക്ടേഴ്സ് ഒരുമിച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. വാസ്തവത്തിൽ ഞാൻ ഡോക്ടറുടെ മുറിയിരിക്കുമ്പോൾ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ഏറ്റവും മുകളിൽ എഴുതി NYD എന്നെഴുതി, അണ്ടർലൈൻ ചെയ്തു. എന്നോട് ചോദിച്ചു, സാറിന് മനസ്സിലായോ എന്താ എഴുതിയതെന്ന് അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞറിയില്ല. അദ്ദേഹം പറഞ്ഞു, നോട്ട് എറ്റ് ഡയഗ്നോസ്ഡ് എന്നാണ് എഴുതിയത്, ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ആ വർഷത്തെ 8 നോമ്പ്, അഞ്ചൽ ഇടവക എന്ന് പറയുന്നത് പരിശുദ്ധ ദേവമാതാവിൻ്റെ പേരുള്ള ഇടവകയാണ്. 8 നോമ്പ് ഈ കുടുംബം ഒന്നായിട്ട് തപസ് പോലെ ആചരിച്ചു, നോമ്പ് നോറ്റു, പ്രാർത്ഥിച്ചു. ഒരു കുടുംബത്തിന് മുഴുവൻ ഒറ്റ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവൻ എഴുന്നേറ്റ് നടക്കണം എന്നുള്ളത് മാത്രമാണ്. 8-ാം തീയതി എല്ലാ ശുശ്രൂഷകളും റാസയും ചടങ്ങുകളും മുഴുവൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മനസ്സിലുള്ള വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കുമെന്നാണ്. പക്ഷെ അന്ന് രാത്രിയിൽ ഒരു വേദന കൂടിയതല്ലാതെ കണ്ട് ഒരു കുറവുണ്ടായില്ല. എല്ലാ രാത്രിയിലും എന്നോട് ഡോക്ടർ പറഞ്ഞു, അവന് ഈ അസുഖം കുറയില്ല എന്നൊരു ചിന്ത ഉണ്ടാകരുത്. പകൽ സമയത്ത് മുഴുവനും സന്തോഷമായിട്ട് ഈ അസുഖം സുഖപ്പെടും എന്ന് പറഞ്ഞ് അവനെ സന്തോഷിപ്പിക്കുകയും രാത്രിയിൽ എൻ്റെ മുറിയിൽ തിരി കത്തിച്ച് വെച്ച് മുട്ടുമേൽ നിന്ന് കൈവരിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് രാത്രി ഞാൻ തിരികെടുത്തി.
ഞാൻ പറഞ്ഞു ഇനിയൊരു കോംപ്രമൈസ് ഇല്ല, ഇനി പ്രാർത്ഥിക്കുന്നില്ല. വാസ്തവത്തിൽ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന, വാസ്തവത്തിൽ അന്ന് 8-ാം തീയതി രാത്രിയാണ് ഞാൻ വലിയ സത്യം തിരിച്ചറിഞ്ഞത്. ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമല്ല, കലഹിക്കുന്നതിന് സ്വാതന്ത്ര്യമുള്ളൊരു ക്രിസ്തുവാണ് എൻ്റേതെന്ന്, വഴക്കുണ്ടാക്കുന്നതിന്, സ്വതന്ത്രമായി സംസാരിക്കുന്നതിന്. അന്ന് രാത്രിയിൽ നിരാശയാണോ പ്രത്യാശയാണോ എന്തെന്നറിയാതെ കണ്ട് ആ മുറിയിൽ തളർന്നു കിടന്നുറങ്ങി. നേരം വെളുത്ത് ഞാൻ ഉണരുന്ന ഉടനെ എൻ്റെ മകൻ വിളിച്ചു പറയുന്നതാണ് ഞാൻ കേട്ടത്, ഡാഡി എനിക്ക് നടക്കാമെന്ന്. വാസ്തവത്തിൽ ദൈവത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം എന്താണ്? ക്രിസ്തു എങ്ങനെ ഇടപെടുക? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തു ഇടപെടുന്നത് എപ്രകാരമാണെന്ന് തിരിച്ചറിയണമെന്ന് വരികിൽ ജീവിതത്തിൽ ഇത്തരം ചില അനുഭവങ്ങൾ ഉണ്ടാവണം. എനിക്കിഷ്ടം പോലെ അനുഭവങ്ങൾ ഇക്കാര്യത്തിൽ ക്രിസ്താനുഭവമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായിരിക്കുന്നു അതിൻ്റെ മുഴുവനും ആധാരമാണ്, അടിസ്ഥാനമാണ്. എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ട്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിത പങ്കാളി. ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയെ എനിക്ക് കൂട്ടായിട്ട് തന്നു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ നാളുകളിലൊക്കെ ഈ കണ്ണീരൊഴുക്കുന്ന ഉടനെ ഞാൻ കരുതി എന്തിനാണ് കരയുന്നതെന്ന്. പിന്നീട് ഇത്താണ് ഞാൻ തിരിച്ചറിയുന്നത്, ഈ ജീവിതം മുഴുവനും പ്രാർത്ഥനയ്ക്കായിട്ട് നിൽക്കുന്ന ഉടനെ കണ്ണ് നിറഞ്ഞൊഴുകുന്ന സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ച്, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈശോ ഈശോ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിത പങ്കാളിയെ, എനിക്ക് 3 മക്കളെ ദൈവം അനുഗ്രഹിച്ച് തന്നു എന്ന് വരികിൽ ഈ ദൈവം, ഈ ക്രിസ്തു എന്നും കൂട്ടാണ്, തണലാണ്. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുന്നെങ്കിൽ, നിങ്ങൾ ഈ ക്രിസ്തുവിനെ ഏത് പ്രതിസന്ധിയിലും ക്രിസ്തുവിനോട് ചേർന്ന് നടക്കാൻ നിങ്ങൾ തയ്യാറാകുന്ന വരികിൽ ഒരു സംശയം വേണ്ട, നിങ്ങളുടെ പ്രതിസന്ധികൾ മുഴുവൻ മാറുമെന്നൊന്നുമല്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവൻ അവസാനിക്കുന്ന ഒന്നുമല്ല. പക്ഷേ ഏത് പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും മധ്യേ ചേർത്ത് പിടിക്കുന്ന കരുതലിൻ്റെ കരം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങൾ ഒരു ക്രിസ്താനുഭവം നിങ്ങൾക്കുണ്ടാകുമെങ്കിൽ നിങ്ങൾ വേറൊരു വ്യക്തിയായിട്ട് തീരും. ജീവിതത്തെ യാതൊരു പ്രതിസന്ധി, മറ്റു മനുഷ്യരോട് പ്രയാസങ്ങളില്ലാത്ത, ആരോടും വിരോധമില്ലാത്ത, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന നന്മയുടെ മനുഷ്യരായിട്ട് മുന്നോട്ട് പോകുന്നതിന്, സന്തുഷ്ടമുള്ള കൃപയുള്ള കുടുംബങ്ങളായിട്ട് രൂപപ്പെടുന്നതിന് നമ്മളെയൊക്കെ സഹായിക്കും. ഇതിന് നമ്മെ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന്, ക്രിസ്തു നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമയോടെ കേട്ടതിന് നന്ദി പറയുന്നു. ദൈവം സമൃദ്ധമായിട്ട് നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.